കഴിഞ്ഞാൽ നല്ല വിഷ്വൽസും ഉണ്ട് സിനിമയ്ക്ക്. കാരണം ഇടുക്കി അങ്ങനെയുള്ള ഹൈ റേഞ്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ദൃശ്യഭംഗി, അതുപോലെ തന്നെ ഷൈൻ ടോം എല്ലാവരും അതിനകത്ത് പെർഫോം ചെയ്ത ഷോബി തിലകനൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. എല്ലാവരും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ കാണിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് തന്നെ, നമ്മുടെ ഷൈനികത്തിന് തന്നെ ഇതിനകത്തൊരു ഇമോഷണൽ ട്രാക്ക് കൂടിയുണ്ട് ഫാമിലി ആയിട്ട്. കാരണം ജസ്റ്റ് ജോലി കയറുമ്പോൾ ഇത് സംഭവം വർക്കാവുന്നുണ്ടോ എന്ന് പുള്ളിക്ക് തന്നെ സംശയമാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു പോലീസുകാരനല്ല ഇതിനകത്ത്. അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. കൊള്ളാം, അടിപൊളി അഭിനയം. തീർച്ചയായിട്ടും ക്രൈമറിൽ തന്നെയാണ്. ക്ലൈമാക്സ് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കത്തില്ല. പിന്നെ ഫുൾ എൻഗേജിങ് ആയിട്ടിരിക്കും, നമ്മൾ ബോറടിപ്പിക്കത്തില്ല, ഫുൾ എൻഗേജിങ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല പടം. നമുക്കൊരു ഉഗ്രൻ ക്ലൈമാക്സും തന്ന് നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിൽ തന്നെ വിട്ടിട്ടുണ്ട്. ഹിറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, നമുക്ക് കാണാവുന്ന ഉഗ്രൻ. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഉഗ്രൻ ട്വിസ്റ്റ് ആയിരുന്നു. ഫൈറ്റ് കൊള്ളാം, പക്ഷേ ഫൈറ്റിനപ്പുറം ട്വിസ്റ്റ് നല്ല ഉഗ്രൻ ട്വിസ്റ്റ്. നമ്മുടെ ജിത്തു ജോസഫ് സാറിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ചിന്തിക്കുന്നതിനപ്പുറം പോയിട്ടുണ്ട്. അത്യാവശ്യം കിളി പുറത്താം, പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ അല്ലാതെ ഒന്ന് കണ്ടു നോക്കണം. നല്ല ഉഗ്രനായിട്ട് മേക്കിംഗ് ലെവലൊക്കെ കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ്. മെയിനായിട്ട് ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട് പടം. ആ രീതിയിൽ നല്ല അനുഭവമായിരുന്നു. ഷെയ്ൻ്റെ അഭിനയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താണ്, ക്രൈം ത്രില്ലറാണ്? ക്രൈമാണ്. ആക്ഷൻ ഉണ്ട്, സസ്പെൻസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ എങ്ങനെ? അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതായാലും സസ്പെൻസ് കേട്ടോ. കുറച്ചും കൂടെ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പടം അടിച്ച് കയറിയാണ്. ഏതായാലും പബ്ലിസിറ്റി പടം കയറും ഉറപ്പാണ്. അടിപൊളി ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു ലെവൽ ക്ലൈമാക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പടം, അതിന് ഓർഡർ അത്ര നമുക്കൊരു ക്ലൈമാക്സ് തോന്നും. നല്ല ക്ലൈമാക്സ്, കിടലിനായിട്ടുണ്ട്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കിടലും കഥ. അടിപൊളി ക്ലൈമാക്സ്, ഒന്നും പറയാനില്ല. എല്ലാവരും പോലീസുകാരൊക്കെ അടിപൊളി പടം, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? ഒരു ലാഭമില്ല. ഷൈനൊക്കെ അടിപൊളി കേട്ടോ. ആ ചക്കനൊക്കെ വളർത്തിക്കൊണ്ട് വരണം ഞാൻ പറയും. അടിപൊളി ചക്കനൊക്കെ അടിപൊളി. ഫൈറ്റ് സൂപ്പർ ഫൈറ്റ് ആട്ടോ. ഒരു ഫൈറ്റ് അടിപൊളി പടം, നല്ല രസം. അടുത്തത് എന്താ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ നല്ല പടമാണ്. ഷൈൻ നിഗം എപ്പോഴും കണ്ടതിനേക്കാളും ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നി. എല്ലാ സിനിമയിലും കാണുന്ന പോലെ ആയിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. ആളുടെ ആക്ടിങ് നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട്. അതെ നമുക്ക് എന്റർടൈൻമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാനായിട്ടുള്ളത്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല രസമുണ്ട്, നല്ല പടം, അടിപൊളി പടം. നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയാൻ ക്ലൈമാക്സ് ആണ്. അത് വളരെ ബ്രില്യൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും മലയാള സിനിമയിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. അഭിനയിച്ചിരിക്കുന്ന ഷൈനിക ആയാലും, പിന്നെ നന്ദനുണ്ണി ആയാലും, ദിനേശ് ചേട്ടനായാലും, കോട്ടയം രമേശ് ആയാലും, നമ്മുടെ ശോഭി തിലകൻ ചേട്ടനായാലും, എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റ്, നായികമാർ, അതായത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. അതേപോലെ ഡയറക്ഷൻ, ക്യാമറ വർക്ക്, പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അടിപൊളിയാണ്. സൂപ്പർ പടം.